Look at the next short story, Shubha by Rabindranath Tagore. Okay, ടി എ എന്നുണ്ട് ഇവിടെ മിസ്സിംഗ് ആണ്, അപ്പോൾ ഒന്ന് ചേർക്കണം ടാഗോർ. അപ്പോൾ അങ്ങനെ ശുഭ എന്ന് പറഞ്ഞ സുഭാഷിണി എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാളെന്നാണ്. സോ ഇതിൽ നേരെ തിരിച്ച് ഐറോണിക് ടൈറ്റിലാണ് നമ്മുടെ ടാഗോർ മനഃപൂർവ്വം കൊടുത്തത്. എന്താണെന്ന് വെച്ചാൽ ഡഫ് പേഴ്സൺ എങ്ങനെ, അതായത് ഡഫ് ആൻഡ് ഡം പേഴ്സൺ എങ്ങനെയാണ് സമൂഹത്തിൽ നേരിടുന്ന, ഡഫ് ആൻഡ് മ്യൂട്ട് പേഴ്സൺ സമൂഹത്തിൽ നേരിടുന്ന ഡിസബിലിറ്റി ഇഷ്യൂസ്, അവരെ ഒരു ഡിസേബിൾഡ് പേഴ്സണായിട്ട് മാർജിനലൈസേഷൻ നടത്തുന്നതിനെതിരെ ഉള്ള ഒരു സ്റ്റോറിയാണിത് ശുഭ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം അവർ ഷോർട്ട് സ്റ്റോറി ബൈ രവീന്ദ്രനാഥ് ടാഗോർ. ഇറ്റ്സ് എ ട്രാജിക് ടെയിൽ ഓഫ് വോയിസ്ലെസ് ഗേൾ കോട്ട് ഇൻ റിജിഡ് കൺസ്ട്രെയിൻസ് ഓഫ് ട്രഡീഷൻ. എന്താണ് സമൂഹത്തിൻ്റെ ഒരു കൺസ്ട്രെയിൻസ്, നിയന്ത്രണത്തിൽ കുടുങ്ങിക്കിടന്ന അല്ലെങ്കിൽ ട്രാപ്പിൽ കുടുങ്ങിക്കിടന്ന സമൂഹത്തിൻ്റെ വികലമായിട്ടുള്ള ചില സ്റ്റീരിയോ ടൈപ്പിൽ കുടുങ്ങിക്കിടന്ന ഒരാളാണ്. അതുപോലെ സോഷ്യൽ ആക്സെപ്റ്റൻസ് തീരെ അവർക്ക് കൊടുക്കുന്നില്ല, സൊസൈറ്റിയുടെ സ്വീകാര്യത കൊടുക്കുന്നില്ല. ഇറ്റ്സ് എ ഡിസബിലിറ്റി നരേറ്റീവ് ആൻഡ് നെഗ്ലിജൻസ് ഓഫ് സൊസൈറ്റി ടുവേർഡ്സ് ഡിസേബിൾഡ് പീപ്പിൾ ആണ് ഇതിലെ മെയിൻ തീം. നെഗ്ലിജൻസ് എന്ന് പറഞ്ഞാൽ അവഗണന, സൊസൈറ്റി അവോയ്ഡ് ചെയ്യുക, ഡിസേബിൾഡ് പീപ്പിളിനെ അവോയ്ഡ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം. ശുഭ വാസ് എ യങ് ഗേൾ ബോൺ ഇൻ വില്ലേജ്. ഒരു വില്ലേജിൽ ജനിച്ച ഒരാളാണ് ശുഭ എന്ന് പറഞ്ഞത്. മിഡിൽ ക്ലാസ് ആയിരുന്നു. ഷി വാസ് ബോൺ ഡഫ് ആൻഡ് മ്യൂട്ട്. അവർക്ക് സംസാരിക്കാനും കേൾക്കാനൊന്നും കഴിയൂല. ഷീ ഗ്രോസ് അപ്പ് ഇൻ വില്ലേജ് ചാന്ദിപ്പൂർ, ബംഗാളിലെ ചാന്ദിപ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, ഒരു നദീതീരത്താണ് അവർ താമസിച്ചത്. ഷീ കമ്മ്യൂണിക്കേറ്റ്സ് ഹർ ഇമോഷൻസ് ത്രൂ എക്സ്പ്രസീവ് ഐസ്. നമുക്കറിയാം അവർ വിടർന്ന കണ്ണുകളോട് കൂടെയും അതുപോലെ ബോഡി ലാംഗ്വേജിലൂടെയുമാണ് സംസാരിക്കുന്നത്. നമുക്കറിയാം ഈ സംസാരിക്കാൻ കഴിയാത്ത ആളുകൾ തമ്മിലുള്ള ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ അവരുടെ ബോഡി ലാംഗ്വേജിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സോ അവരെ ഒറ്റപ്പെടുത്തരുത് എന്നുള്ള ഒരു തീമാണ് ഇതിൽ വരുന്നത്. അവർ നമ്മുടെ ഭാഗമാണ്, അവർക്ക് നമ്മളെക്കാൾ കഴിവുകൾ ഉണ്ടാവും. ഷീ ഫൈൻഡ്സ് കംഫർട്ട് ഇൻ സ്പെൻഡിങ് ടൈം ഇൻ നേച്ചർ ആൻഡ് കൗസ്. അപ്പം ആളുകൾ അവരെ അവോയ്ഡ് ചെയ്തപ്പം, ശുഭയെ അവോയ്ഡ് ചെയ്തപ്പം അവർ പിന്നെ എന്താണ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയുള്ള ഇതൊക്കെ ഉണ്ടാകും. പക്ഷേ കാര്യമായിട്ട് ആളുകൾ അല്ലെങ്കിൽ ഒരു കലർപ്പില്ലാത്ത സ്നേഹം അത് കിട്ടാത്തത് കൊണ്ട് എന്താണ് അവർ നേച്ചറിലേക്ക് ഇറങ്ങുകയും കാടുമായി അതായത് എന്താണ് നേച്ചറിലേക്ക് ഇറങ്ങുകയും പ്രകൃതിയുമായിട്ട് സംവദിക്കുകയും അതുപോലെ തന്നെ കൗസിന് വീട്ടിൽ എന്തുണ്ടായിരുന്നു, കൗസ് ഉണ്ടായിരുന്നു, പശുക്കൾ ഉണ്ടായിരുന്നു. ആ പശുക്കൾക്കൊക്കെ പേര് കൊടുക്കുകയാണ്. സർബാഷി, പാങ്കുലി എന്ന് പറയുന്ന രണ്ട് പശുക്കൾക്ക് പേര് കൊടുക്കുന്നു. നമ്മളൊക്കെ പേര് കൊടുക്കാറുണ്ട്. മാളു, അങ്ങനെ പിന്നെ പൊന്നു എന്നുള്ള പേരുകളൊക്കെ നമ്മൾ പൂച്ചയാണെങ്കിലും നമ്മൾ വളർത്തുന്ന എന്താണേലും അതിന് പേര് കൊടുക്കാറുണ്ട്. അതുപോലെ ഗോഡ്സ് ആൻഡ് കിറ്റൺ വെയർ ഓൾസോ ദെയർ, അതൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അങ്ങനെ അതിലൊക്കെ കംഫർട്ട് കണ്ടെത്തി. അതുപോലെ പശുക്കളൊക്കെ വരുമ്പം പശുക്കൾ ഈ സുഭാഷിണി നദീതീരത്തു നിന്നൊക്കെ വരുമ്പം പെട്ടെന്ന് അവരുടെ കാൽപാദങ്ങൾ കൊണ്ട്, അവരുടെ ആ ഒരു ഫുഡ് സ്റ്റെപ്സ് കൊണ്ട് അവരെ മനസ്സിലാക്കുമായിരുന്നു. അപ്പോൾ മൃഗങ്ങൾക്ക് പ്രത്യേക കഴിവുണ്ടായിരുന്നു. സോ അവർ നല്ല സ്നേഹം കൊടുത്തിരുന്നു. ആ വില്ലേജ് സീസ് ഹർ ആസ് എ ബർഡൻ ഡ്യൂ ടു ഡിസബിലിറ്റി. അവരുടെ വില്ലേജും എന്തായിരുന്നു, അവരുടെ ഡിസബിലിറ്റിയെ ഒരു ശാപമായിട്ടായിരുന്നു കണ്ടിരുന്നത്. ആ മദർ ഓൾസോ വ്യൂസ് ദിസ് ആസ് എ കേഴ്സ്. അതുപോലെ മദറിനും ഒരു ശാപം പോലെ, എന്തോ ഒരു തെറ്റ് ഞാൻ ചെയ്തു അതിനുള്ള ഒരു ശാപം പോലെ കിട്ടിയതാണ് ഡിസബിലിറ്റി എൻ്റെ മകൾക്ക് എന്നുള്ള ഇതൊക്കെ ഒരു പ്രെജുഡൈസ് ഒക്കെ ഉണ്ടായിരുന്നു. പ്രതാപായിരുന്നു അവരുടെ ഓൺലി ചൈൽഡ്ഹുഡ് കമ്പാനിയൻ എന്ന് പറഞ്ഞത്, ആകെയുള്ളൊരു ചങ്ങാത്തം എന്ന് പറയുന്നത്. അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഫിഷ് ക്യാച്ച് ചെയ്യുന്ന ഒരു കമ്പാനിയനായിരുന്നു പ്രതാപ് എന്ന് പറഞ്ഞത്. ഹസ്ബൻഡ് അല്ല കേട്ടോ. ഈ പ്രതാപ് എന്ന് പറയുന്ന വ്യക്തി ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. ഹസ്ബൻഡ് വേറെ വരുന്നുണ്ട്, പക്ഷെ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല. സോ പ്രതാപ് എന്ന് പറയുന്ന ഒരു വ്യക്തി, നൈബറായിട്ടുള്ള വ്യക്തി, നല്ല കമ്പനി കൊടുത്തിരുന്നു. പ്രതാപ് കോൾസ് സു വിത്ത് അഫെക്ഷൻ. സു എന്നായിരുന്നു അവരെ സ്നേഹത്തോടു കൂടി വിളിച്ചിരുന്നു. പക്ഷെ പ്രതാപിന് പിന്നീട് എഡ്യൂക്കേഷനൊക്കെ നേടാൻ വേണ്ടി പുറമെ ഉള്ള നാടുകളിലേക്ക് പോവുകയും ആ ഒരു കണക്ഷൻ വിട്ടുപോവുകയും ചെയ്തു. ഷീ പ്രിപ്പയർസ് ഹിം ബീറ്റൽ. അദ്ദേഹത്തിന് വെറ്റിലൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുമായിരുന്നു. തന്നെ കൊണ്ടാവുന്നത് ചെയ്യണം എന്നുള്ള രീതിയിൽ, തനിക്ക് കിട്ടിയ ഒരു സ്നേഹം തിരിച്ചു കൊടുക്കണം എന്ന രീതിയിൽ അവന് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു ഈ ശുഭ. ദേ വറി അബൌട്ട് ഹർ ഫ്യൂച്ചർ. അങ്ങനെ ഈ ശുഭയുടെ ഭാവി ഓർത്തിട്ട് പേരൻസിന് ഭയങ്കര ഒരു ആങ്സൈറ്റി തോന്നി, എസ്പെഷ്യലി റിഗാർഡിങ് മാരേജ്. അവരുടെ കല്യാണം ഓർത്തിട്ട്, ആരെങ്കിലും കല്യാണം കഴിക്കാൻ വരുമോ, എൻ്റെ ഡഫ് ആൻഡ് മ്യൂട്ടായിട്ടുള്ള ഒരു ഗേളിനെ കല്യാണം കഴിക്കാൻ വരുമോ എന്ന് ഫാദറും മദറൊക്കെ അധികം ആങ്സൈറ്റി, ഉത്കണ്ഠ വന്നു.
ദർ കൺസർവേറ്റീവ് സൊസൈറ്റി ഈസ് ക്രൂഷ്യൽ ഫോർ എ വുമൺ സെക്യൂരിറ്റി. അവരുടെ ഒരു ട്രഡീഷണൽ സൊസൈറ്റി, ഒരു ഓർത്തഡോക്സ് ഫാമിലി വുമൺ സെക്യൂരിറ്റിയെ പറ്റി ഒരുപാട് എന്ത് ചെയ്യും ശങ്കിച്ചു എന്നു. ആൻഡ് സോഷ്യൽ സ്റ്റാൻഡിങ്, അതുപോലെ സമൂഹത്തിൽ അവർക്ക് കിട്ടുന്ന ഒരു സ്ഥാനം കുറയോ എന്നൊക്കെ. ഹർ ഫാദർ ടേക്സ് ഹസ് ടു കൽക്കട്ട ടു ഫൈൻഡ് എ സൂട്ടബിൾ ഗ്രൂപ്പ്. അങ്ങനെ നല്ലൊരു പുതിയാപ്പിളിനെ ഏൽപ്പിക്കാൻ വേണ്ടി കൽക്കട്ടയിലേക്ക് അവരെ കൊണ്ടുപോവുകയാണ് സുഭാഷിനിയെ ഫാദർ. അപ്പോൾ അവിടെ തെരയാണ്. ദ പ്രോസ്പെക്റ്റീവ് ഗ്രൂം വിസിറ്റ്സ്, അങ്ങനെ ഒരു ഗ്രൂമിനെ കിട്ടി. അപ്പോൾ അങ്ങനെ പെണ്ണ് കാണാൻ വന്നു. ആൻഡ് ഫൈൻഡ് സുബ സ്യൂട്ടബിൾ ഫോർ എ മാരേജ് ഡിസ്പൈറ്റ് ഹർ ഇമ്പയർമെൻറ്റ്സ്. അപ്പോൾ അവരുടെ കുറവുകളൊക്കെ കണ്ടുകൊണ്ട് അതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാരേജിന് ഇനീഷ്യലി അവർ സമ്മതിച്ചു ആ ഒരു ഗ്രൂം. അങ്ങനെ സുബക്ക് ഒരു പുയ്യാപ്പിളിനെ കിട്ടുകയാണ്. ദ മദേഴ്സ് ഫോഴ്സ്ഡ് അഡോൺമെൻറ്റ്സ് മേക്ക് ഹർ ക്രൈ. അങ്ങനെ ആ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് ഡെക്കറേഷൻസ്, ഓക്കെ നീ ഇങ്ങനെ നടക്കണം അങ്ങനെ നടക്കണം എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഓർണമെൻറ്റ്സും ഇതൊക്കെ അമിതമായപ്പം ഈ ശുഭക്ക് കരച്ചിൽ വന്നു. എന്നെ അവർ നെഗ്ലക്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു പേടി, ഫിയർ ഓഫ് നെഗ്ലിജൻസ് എന്നുള്ളൊരു പേടി വന്നു. ഷോർട്ട്ലി ആഫ്റ്റർ വെഡിങ്, കല്യാണത്തിന് ശേഷം ഇറ്റ് ബിക്കംസ് വൈഡ്ലി നോൺ ആസ് ദാറ്റ് സുബ ഈസ് ഡഫ് ആൻഡ് മ്യൂട്ട്. ആ വില്ലേജിൽ ഹസ്ബൻഡിൻ്റെ നൈബർഹുഡിലും അതുപോലെ തന്നെ വില്ലേജിലൊക്കെ ഇത് എന്തായി, ഇവന് കിട്ടിയത് ഒരു ഡഫ് ആൻഡ് മ്യൂട്ട് ഗേളിനെയാണെന്ന് പറഞ്ഞപ്പം അങ്ങനെ കളിയാക്കാൻ തുടങ്ങിയ ആളുകൾ. ശുഭ ഫീൽസ് ലോൺലി ആൻഡ് ലോസ്റ്റ്. ശുഭക്ക് ഭയങ്കര സങ്കടം തോന്നി. ദ ന്യൂ എൻവയോൺമെൻറ്റ് വാസ് ഏലിയൻ ആൻഡ് അൺകൈൻഡ്. അപ്പം തൻ്റെ വീട്ടിലുള്ളതിനേക്കാൾ തൻ്റെ വീട്ടിലുണ്ടാകുമ്പോൾ അത്ര ഒരു പ്രശ്നമല്ലായിരുന്നു. ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഏലിയനേറ്റഡ് ആയി മീൻസ് അവർക്ക് ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്തു. ആൻഡ് അൺകൈൻഡ് എന്താണ്, തീരെ ഒരു ദയയില്ലായിരുന്നു അവരുടെ വീട്ടുകാർക്ക്. ഹസ്ബൻഡ് ഇവഞ്ച്വലി ലീവ്സ് അറ്റ് അനദർ ഡിസ്റ്റന്റ് പ്ലേസ് ഫോർ വർക്ക്. അങ്ങനെ ഹസ്ബൻഡ് ഇത് സഹിക്കവയ്യാതെ നേരെ വേറെ നാട്ടിലേക്ക് എന്ത് ചെയ്യാണ്, വർക്കിന് വേണ്ടി പോവാണ്. സോ ദിസ് ഓൾ അബൌട്ട്